ഹായ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ റോബോട്ട് ശരിക്കും എന്താ കാണുന്നതെന്ന്? അതിന്റെ സെൻസറുകൾക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെയായിരിക്കും? റോബോട്ടിക്സിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മാന്ത്രിക ജാലകമാണ് ആർവിസ്. വരൂ, നമുക്ക് ആ ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കാം. ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഒരു റോബോട്ടിക്സ് ഡെവലപ്പർ നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്നാണിത്. സെൻസർ ഡേറ്റയ്ക്ക് കറക്റ്റായിട്ടാണോ വരുന്നത്? റോബോട്ടിന്റെ കൈയും കാലുമൊക്കെ ശരിയായ പൊസിഷനിലാണോ? ഇതൊന്നും കാണാൻ ഒരു വഴിയുമില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇരുട്ടിൽ തപ്പുന്നതുപോലെയായിരിക്കും. തുടക്കത്തില് റോബോട്ടിന്റെ ഡേറ്റയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നും. എന്നാൽ പേടിക്കണ്ട, ഈ വിശകലനം കഴിയുമ്പോഴേക്കും ആർവിസ് ഉപയോഗിച്ച് ഇതേ ഡേറ്റയെ നിങ്ങൾക്ക് വളരെ വ്യക്തവും ലളിതവുമായിട്ട് കാണാൻ പറ്റും. റോബോട്ടിന്റെ ലോകം നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരാൻ ഇത് നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നമ്മുടെ ഈ യാത്രയ്ക്ക് 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ആദ്യം ആർവിസ് ശരിക്കും എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ അതിന്റെ ഇന്റർഫേസിലൂടെ പെട്ടെന്നൊരു ടൂർ നടത്തും. അതിനുശേഷം നമ്മുടെ റോബോട്ടിന് ജീവൻ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അതാണ് ഫിക്സഡ് ഫ്രെയിം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗം അങ്ങ് തുടങ്ങിയാലോ? എന്താണ് ഈ ആർവിസ്? എന്തിനാണിത് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആർവിസ് നിങ്ങളുടെ റോബോട്ടിന്റെ കണ്ണും കാതുമൊക്കെയാണ്. റോബോട്ടിന്റെ സെൻസറുകൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നമ്പറുകളെയും ഡാറ്റയും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു 3D ലോകമാക്കി മാറ്റുന്ന ഒരു ടൂളാണിത്. അതുകൊണ്ടുതന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഡീബഗിംഗ് ടൂളുകളിലൊന്നാണ് ആർവിസ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ആർവിസ് ഒരു സിമുലേറ്റർ അല്ല. ഗസീബോ പോലെയുള്ള സിമുലേറ്ററുകൾ പുതിയ ലോകങ്ങളും അതിൽ ഫിസിക്സ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ആർവിസ് അതൊന്നും ചെയ്യുന്നില്ല. പകരം ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടിൽ നിന്നുള്ള ഡേറ്റയെ ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നതുപോലെ നമുക്ക് കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. ശരി, ഇനി ആർവിസ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീനിനെ ഒന്ന് വേഗം പരിചയപ്പെടാം. ആർവിസ് ഇന്റർഫേസ് ആദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നാം. പക്ഷേ ഇതിൽ പ്രധാനമായും 2 ഭാഗങ്ങളേ ഉള്ളൂ. ഈ നടുക്ക് കാണുന്ന വലിയ 3D വ്യൂവിലാണ് നമ്മുടെ റോബോട്ടും അതിന്റെ ലോഗോവുമൊക്കെ വരുന്നത്. എന്നാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇടതുവശത്തുള്ള ഈ ഡിസ്പ്ലേസ് പാനലാണ്. ഏത് ഡേറ്റ കാണണം, ഏത് കാണണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഈ 3D ലോകത്ത് ചുറ്റിക്കറങ്ങുന്നത് വളരെ എളുപ്പമാണ്. മൗസ് കയ്യിലെടുത്തോ, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യൂ തിരിക്കാം. മിഡിൽ ബട്ടൺ ഉപയോഗിച്ച് ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങാം. പിന്നെ സൂം ഇൻ, സൂം ഔട്ട് ചെയ്യാൻ സ്ക്രോൾ വീലും. ഇനിയിപ്പോ കറക്കിയും തിരിച്ചുമൊക്കെ വ്യൂ ആകെ കുഴഞ്ഞുപോയെങ്കിൽ പേടിക്കേണ്ട, നേരെ വ്യൂ മെനുവിൽ പോയി റീസെറ്റ് കൊടുത്താൽ മതി. എല്ലാം പഴയപടിയാവും. ഓക്കെ, വെറുമൊരു കറുത്ത സ്ക്രീൻ കണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമ്മുടെ റോബോട്ടിന്റെ ഡേറ്റ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. ആ ഡിസ്പ്ലേ പാനലിലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പലതരം ഡേറ്റാ ലെയറുകൾ ചേർക്കാൻ പറ്റും. ഉദാഹരണത്തിന് റോബോട്ട് മോഡൽ ചേർത്താൽ നമ്മുടെ റോബോട്ടിന്റെ 3D രൂപം സ്ക്രീനിൽ തെളിയും. ലേസർ സ്കാൻ ചേർത്താൽ ലേസർ സെൻസർ കാണുന്ന തടസ്സങ്ങൾ ചുവന്ന ഡോട്ടുകളായിട്ട് കാണാം. ഇമേജ് ചേർത്താലോ റോബോട്ടിന്റെ ക്യാമറയിൽ നിന്നുള്ള ലൈവ് വീഡിയോ ഫീഡ് തന്നെ കിട്ടും. ഇവയോരോന്നും ROSലെ ഓരോ ടോപ്പിക്കിൽ നിന്നാണ് ഡേറ്റ എടുക്കുന്നത്. അതുകൊണ്ട് ശരിയായ ടോപ്പിക്ക് തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ വരുന്നത് ആർവിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ്. ഇത് ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണിത്. എന്താണ് ഈ ഫിക്സഡ് ഫ്രെയിം? ഇതിനെ നമ്മുടെ ലോകത്തിന്റെ ഒരു ആണിക്കല്ലായിട്ട് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഒരു മാപ്പില് യു ആർ ഹിയർ എന്ന് കാണിക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതുപോലെ ആർവിസിൽ കാണുന്ന മറ്റെല്ലാ സാധനങ്ങളും, റോബോട്ടും ലേസർ സ്കാനും ക്യാമറയുമൊക്കെ എവിടെയാണോ വരയ്ക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ റെഫറൻസ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, റോബോട്ടിലെ ഓരോ സെൻസറിനും അതിൻ്റേതായ ഒരു ലോകമുണ്ട്. ക്യാമറ അതിന്റെ ലോകം ക്യാമറ ലിങ്ക് എന്ന ഫ്രെയിമിൽ കാണുന്നു. ലേസർ അതിന്റെ ലോകം ലേസർ ഫ്രെയിമിൽ കാണുന്നു. ഈ പല പല ലോകങ്ങളെ ഒന്നിച്ച് ഒരൊറ്റ സ്ക്രീനിൽ അർത്ഥവത്തായി കാണിക്കണമെങ്കിൽ എല്ലാവർക്കും പൊതുവായ ഒരു റെഫറൻസ് പോയിന്റ് വേണ്ടേ? ആ പൊതുവായ റെഫറൻസാണ് നമ്മുടെ ഫിക്സഡ് ഫ്രെയിം. അപ്പോൾ ഒരു ചോദ്യം, ഈ ഗ്ലോബൽ ഓപ്ഷൻസിൽ നമ്മൾ ഫിക്സഡ് ഫ്രെയിമിന്റെ പേര് തെറ്റായി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. എല്ലാം അപ്രത്യക്ഷമാകും. ആർവി സ്ക്രീൻ ഒരു ബ്ലാങ്ക് സ്ക്രീനായി മാറും. നിങ്ങളുടെ ലേസർ ഡാറ്റ, റോബോട്ട് മോഡൽ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മാപ്പ് എല്ലാം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകും. കാരണം സിമ്പിളാണ്. അവയൊക്കെ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് പാവം ആർവിസിന് ഒരു പിടിയുമില്ലാതാകും. ഭാഗ്യത്തിന് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ ആർവിസ് തന്നെ നമ്മളെ സഹായിക്കും. ആ ഡിസ്പ്ലേ പാനലിലെ സ്റ്റാറ്റസ് നിറങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പച്ചയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്.
മഞ്ഞയാണെങ്കിൽ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട്, ചിലപ്പോൾ ആ ടോപ്പിക്കൽ ഡാറ്റയൊന്നും വരുന്നില്ലായിരിക്കാം. പക്ഷേ ചുവപ്പ് കണ്ടാൽ ഉറപ്പിച്ചോളൂ, എന്തോ കാര്യമായ പിശകുണ്ട്. മിക്കവാറും ആ പ്രശ്നം നിങ്ങളുടെ ഫിക്സഡ് ഫ്രെയിമിന്റെ തന്നെയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർത്തുവെക്കേണ്ട ഒരു സുവർണ നിയമം ഇതാണ്: 6 വിസില് എന്ത് പ്രശ്നം കണ്ടാലും വേറൊന്നും നോക്കുന്നതിന് മുൻപ് നേരെ ഗ്ലോബൽ ഓപ്ഷൻസിൽ പോയി ഫിക്സ്ഡ് ഫ്രെയിം ശരിയാണോ എന്ന് നോക്കുക. 90% പ്രശ്നങ്ങളും അതോടെ തീരും. ഇപ്പോൾ ആർവിസ് എന്ന താക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ റോബോട്ടിന്റെ ലോകം നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. അതിന്റെ കണ്ണുകളിലൂടെ കാണാനും അതിന്റെ ചിന്തകൾ മനസ്സിലാക്കാനും നിങ്ങൾക്കിപ്പോൾ പറ്റും. അപ്പോൾ ഈ പുതിയ സൂപ്പർ പവർ വെച്ച് നിങ്ങൾ അടുത്തതായി